സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ശനിയാഴ്ച 10th ലെവൽ പ്രിലിമിനറി എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളവർ മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചിന്തയുടെ വേഗതയിൽ ബിസിനസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ചിന്തയുടെ വേഗതയിൽ ബിസിനസ് എന്നതാണ് പുസ്തകത്തിന്റെ പേര്. രചിച്ചത് ആര്? ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ്. 227.97 ചതുരശ്ര കിലോമീറ്റർ. ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച യൂറോപ്യൻ ശക്തി. തിരുവിതാംകൂറുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരാണ് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഡച്ചുകാർ. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി എറണാകുളം ജില്ലയിലാണ്. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷം. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷം 1932 ആണ്. 1932. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. യോജക കലയെ ബാധിക്കുന്നത് സർക്കോമയാണ്. സർക്കോമ ബാധിക്കുന്നത് യോജക കലയെയാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5, 1957 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. ടേബിൾ ലാൻഡ് എന്ന് അറിയപ്പെടുന്ന ഭൂരൂപം. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്നത് പീഠഭൂമിയാണ്. പീഠഭൂമി. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏത് എന്ന് ചോദിച്ചാൽ പീഠഭൂമിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആര്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. പേര് യൂട്രോഫിക്കേഷൻ. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61. 61ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത്. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാമാണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതി. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓസോണിന്റെ അളവ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ ആണ്. ഡോപ്സൺ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് മണ്ണാണ്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്.
പാലുണ്ണിക്ക് കാരണമായ വൈറസ്. പാലുണ്ണിക്ക് കാരണമായ വൈറസ് മൊളുസ്കം കണ്ടേജിയോസമാണ്. മൊളുസ്കം കണ്ടേജിയോസമാണ് പാലുണ്ണിക്ക് കാരണമായ വൈറസ്. മൊളുസ്കം കണ്ടേജിയോസം. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി ആര്? പുസ്തകത്തിന്റെ പേര് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും. രചിച്ച മുഖ്യമന്ത്രി ഏതാണ്? സി അച്യുതമേനോനാണ്. സി അച്യുതമേനോനാണ് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ചത്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, GWP, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്. ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സുരക്ഷായനം എന്നത്? സുരക്ഷായനം. സുരക്ഷായനം എന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 1993 ഏത് വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെയാണ്? അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിനെയാണ്. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിനെയാണ് അമിത ഭാരമില്ലാത്ത പഠനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത്? ആരൊക്കെയാണ്? പട്ടാളം കൃഷ്ണൻ, കൊച്ചാപ്പി പിള്ള എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്? കല്ലറ പാങ്ങോട് സമരം. 1938 കല്ലറ പാങ്ങോട് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരൊക്കെയാണ് തൂക്കിലേറ്റപ്പെട്ടത്? പട്ടാളം കൃഷ്ണൻ, കൊച്ചാപ്പി പിള്ള എന്നിവർ തൂക്കിലേറ്റപ്പെട്ടു. ഏത് സമരം? കല്ലറ പാങ്ങോട് സമരം 1938. അടുത്ത ചോദ്യം, കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ ഉറുദു, ഡോഗ്രി, ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി എന്നിവയാണ് കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ. ഏതൊക്കെയാണ്? ഉറുദു, ഡോഗ്രി, ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി. GST ഏത് തരം നികുതിയാണ്? GST പരോക്ഷ നികുതിയാണ്. GST ഏത് തരം നികുതിയാണ്? GST പരോക്ഷ നികുതിയാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? യുദ്ധവിരുദ്ധ ജാഥ എവിടെ നിന്നും എവിടെ വരെയാണ്? മാരൻകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക്. ഏത് കാലത്താണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത്. ആരാണ്? കുമാരഗുരുദേവനാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? കുമാരഗുരുദേവൻ. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്ന് അറിയപ്പെട്ടത്? ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. കെ കേളപ്പൻ ഏത് പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ആയിരുന്നു? കെ കേളപ്പൻ. മാതൃഭൂമിയാണ്. മാതൃഭൂമി പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു ആര്? കെ കേളപ്പൻ. മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനം ഏതാണ്? മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനമാണ് ഈഡീസ് ഈജിപ്തിയാണ് മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനം. ഇന്ത്യ ചരിത്രത്തിൽ സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത് 1833 ചാർട്ടർ നിയമമാണ്. ഇന്ത്യ ചരിത്രത്തില് സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? 1833 ചാർട്ടർ നിയമം. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഗ്രന്ഥത്തിന്റെ പേര് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്.
ആരാണ്? സലീം അലിയാണ്. സലീം അലി. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? സലീം അലി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരിയാണ്. സുബൻസിരി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് സുബൻസിരി. അതുപോലെ ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സുബൻസിരിയാണ്. ഗിരിജ കല്യാണം എന്ന പ്രശസ്തമായ ചുമർ ചിത്രം എവിടെയാണ്? ചുമർ ചിത്രം പേര് ഗിരിജ കല്യാണം. എവിടെയാണ്? മട്ടാഞ്ചേരി കൊട്ടാരത്തിലാണ്. ഗിരിജ കല്യാണം എന്ന പ്രശസ്തമായ ചുമർ ചിത്രം മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് വാടപ്പുറം ഭാവ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാടപ്പുറം ഭാവയാണ്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കുകയോ നിലവിൽ ഉള്ളതിനെ പേര് മാറ്റുകയോ ചെയ്താൽ ഭേദഗതി വരുത്തേണ്ട പട്ടിക ഏതാണ്? ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിന്റെ പേര് മാറ്റുകയോ ചെയ്താൽ ഭേദഗതി വരുത്തേണ്ട പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏതാണ്? 1-ാം ഷെഡ്യൂൾ ആണ്. 1-ാം ഷെഡ്യൂൾ. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. ടിൻകൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? ടിൻകൽ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോറോൺ ആണ്. ബോറോണിന്റെ അയിരാണ് ടിൻകൽ. ടിൻകൽ എന്നത് ബോറോണിന്റെ അയിരാണ്. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന രോഗാവസ്ഥയാണ് ടെറ്റനി. എന്തിന്റെ അളവാണ്? രക്തത്തില് കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന രോഗാവസ്ഥയാണ് ടെറ്റനി. ടെറ്റനി എന്തിന്റെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത്? കാൽഷ്യത്തിൻ്റെതാണ്. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഒറിയ ഭാഷയുടെ പേര് എന്താക്കി മാറ്റി? ഒഡിയ. ഭരണഘടനാ ഭേദഗതി ഏതാണ്? 96 ആണ്. 96-ാം ഭേദഗതിയിലൂടെയാണ് ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്നാക്കി മാറ്റിയത്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ ആണ്. ഹീമോസൈറ്റോമീറ്റർ. ലവണജലമുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം ഏതാണ്? ലവണജലമുതലയ്ക്ക് പ്രസിദ്ധം ബിട്ടാർ കണികയാണ്. ബിട്ടാർ കണിക. 1879-ൽ സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? ദി ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷിലായിരുന്നു. ഇംഗ്ലീഷ്. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ? ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ. അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിച്ചത് എന്ന്? അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണ്? 2011 ആണ്. 2011 അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് ഭരത്പൂർ പക്ഷി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഭരത്പൂർ പക്ഷി സങ്കേതമാണ്. ഏത് ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് എന്നത്? സിഡറോസിസ്. ഇരുമ്പാണ്. ഇരുമ്പിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആര്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ഏത് മലനിരകളുടെ ഭാഗമാണ്? നീലഗിരി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് നീലഗിരി. പശ്ചിമഘട്ടം. സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് രാജമുദ്രയിലാണ്. രാജമുദ്ര. വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ.
വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH അല്ലെങ്കിൽ മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? വാസോപ്രസിൻ. പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല എന്നത് ആരുടെ വാക്കുകളാണ്? പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഗാന്ധിജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ ദേശീയ മൃഗം. ആദ്യമായിട്ട് ഓസ്കർ ലഭിച്ച മലയാളി റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് 1998 മെയ് 17 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത്. താഴ്വരയിൽ നിന്നും പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്ന പ്രതിഭാസം. താഴ്വരയിൽ നിന്നും പർവ്വതമുകളിലേക്ക്. താഴ്വരക്കാറ്റാണ്. താഴ്വരക്കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. ലൂ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഫൺ ആണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫൺ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നതും കൊടും ചൂടിന് ശമനമേകുന്നതുമായ കാറ്റ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നതും കൊടും ചൂടിന് ശമനമേക്കുന്നതുമായ കാറ്റ് ഹാർമാറ്റനാണ്. ഹാർമാറ്റൻ. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് JC ബോസ് ആണ്. JC ബോസ്. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ്. തൻ്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. തൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചത് മനത്ത് പത്മനാഭനാണ്. മനത്ത് പത്മനാഭൻ. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്നത് വാളയാറാണ്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് യമുന നദിക്കാണ്. യമുന നദി. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ. കാർബൺ 14 ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? കാർബൺ 14 5730 വർഷമാണ്. 5730 വർഷമാണ് കാർബൺ 14 ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ഏതാണ്? കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ്. ക്ഷാരപദാർത്ഥങ്ങളിൽ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഡാഷാക്കുന്നു. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീലയാക്കുന്നു. നീല. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി ഏത്? കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യം. അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് 2011. അന്തർദേശീയ രസതന്ത്ര വർഷം 2011. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി. റാവോ സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര്? റാവോ സാഹിബ് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാൽ. വടക്കേ അമേരിക്കയിലെ ഏത് തരം പുൽമേടുകളാണ് ലോകത്തിന്റെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത്? വടക്കേ അമേരിക്കയിലെ ഏത് തരം പുൽമേടുകളാണ് ലോകത്തിന്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത്? മിതോഷ്ണ പുൽമേടുകളായ പ്രയറി പുൽമേടുകളാണ്. പ്രയറി പുൽമേടുകൾ. മിതോഷ്ണ പുൽമേടുകളായ പ്രയറി പുൽമേടുകളാണ് വടക്കേ അമേരിക്കയിലെ ലോകത്തിന്റെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത്.
എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായാണ് GST നടപ്പിലാക്കിയത്? GST നടപ്പിലാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ്? 101 101 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് GST നടപ്പിലാക്കിയത്. GSTയുടെ പ്രധാന ആശയം ഒരു രാജ്യം ഒരു നികുതി എന്നതാണ്. ഒരു രാജ്യം ഒരു നികുതി എന്നതാണ് GSTയുടെ പ്രധാന ആശയം. വാർഷിക വിറ്റുവരവ് എത്ര രൂപയിൽ കൂടുതലുള്ള വ്യാപാരികൾക്കാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത്? വാർഷിക വിറ്റുവരവ് എത്ര രൂപയിൽ കൂടുതലുള്ള വ്യാപാരികൾക്കാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത്? 20 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർക്കാണ്. 20 ലക്ഷം രൂപ. എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം എന്താണ്? ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചരിവാണ്. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം DNA ആണ്. DNA. ലോകാരോഗ്യ ദിനം April 7. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആര്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരിക്കുന്നത് എവറസ്റ്റ് ആണ്. എവറസ്റ്റ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോ ഇ മാർട്ടിൻ. ശാസ്ത്രീയമായ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. മാവിന്റെ സസ്യശാസ്ത്രനാമം മാജിഫറ ഇൻഡിക്ക. ട്രാക്കികാർഡിയ എന്നാൽ എന്താണ്? ട്രാക്കികാർഡിയ കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പാണ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഘർഷണബലം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറേറ്റ്സ് ആണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏത്? ആനമല വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.